ഹലോ ഗായ്സ്, വെൽക്കം ടു കുട്ടി കുട്ടി വിശേഷങ്ങൾ. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചലഞ്ച് ആയിട്ടോ വന്നിരിക്കണേ. എല്ലാവരും ചെയ്ത് ഒരുപാട് പഴക്കമുള്ള എല്ലാവരും മീൻസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള ഒരു ചലഞ്ച്. അതായത് നമ്മള് രണ്ട് കയ്യിലും ഓരോ സാധനങ്ങൾ പിടിച്ചിട്ട് അത് അവർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് കഴിക്കുക. അതായിരുന്നു ചലഞ്ച്. നമുക്ക് ചലഞ്ചിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഗെയിമിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. മിഠായികളും ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. വാവ്, കുഞ്ഞിന് മഞ്ജു അപ്പൊ കുഞ്ഞു ഫസ്റ്റ് റൗണ്ടില് മഞ്ച് കിട്ടിയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓ മൈ ഗോഡ്, കുഞ്ഞു വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ഡാർക്ക് ഫാന്റസി ആണ് കേട്ടോ. പച്ചമുളകും ഡാർക്ക് ഫാന്റസി ആയിരുന്നു. കുഞ്ഞുവിന് അപ്പൊ ഡാർക്ക് ഫാന്റസി ആണ് കിട്ടിയിരിക്കുന്നത്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓ മൈ ഗോഡ്, കുഞ്ഞു എന്താ പറയാ, കുഞ്ഞു ഒരു അടിപൊളി സാധനം സെലക്ട് ചെയ്തിരിക്കുകയാണ്. കൈപ്പക്കയാണ് ഗൈസ്, കൈപ്പക്ക. നല്ല വലിയ കൈപ്പക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കയ്യില് വെളുത്തുള്ളി ആയിരുന്നു. കഴിച്ചോളൂ കുഞ്ഞു. വേണ്ട വേണ്ട, ഒന്ന് കടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ കൈപ്പക്ക പച്ചക്ക എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. മധുരമാണോ കയ്പാണോ പുളിയാണോ? കയ്പ്പ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. വാവ്, 5 സ്റ്റാർ. കുഞ്ഞു പറയണതൊക്കെ അടിപൊളി സാധനമാണ്. കയ്പയ്ക്ക് മറ്റേ വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലവൻ കയ്പൊക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്താലും വലിയ കാര്യമില്ലാത്ത സാധനങ്ങളായിരുന്നു. ഇത് പുളിയായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പൊ മറ്റേ സാധാരണ പുളി കിട്ടുന്നില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കറിക്കൊക്കെ ഇടാൻ ആക്കി വെക്കില്ല. ആ പുളിയാണിത്. സാധാരണ പുളി തന്നെ, പക്ഷെ അങ്ങനെ തൊണ്ടും ഒക്കെ ഉള്ള പുളി ഇല്ല. ഓക്കെ, അങ്ങനെ കുഞ്ഞിപ്പോ 5 സ്റ്റാറും കഴിച്ചു. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓ മൈ ഗോഡ്, പച്ചമുളക്. കുഞ്ഞിന് പച്ചമുളകാണ്. ഈ കയ്യിൽ ശർക്കര ആയിരുന്നു കേട്ടോ. പച്ചമുളക് എങ്ങനെയുണ്ട് പച്ചമുളകിന്റെ ടേസ്റ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് അത് മാറ്റാനായിട്ട് ഏത് വേണം? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. റൈറ്റ്. അപ്പൊ അത് പച്ചമുളകിന്റെ എരിവ് മാറ്റാനായിട്ട് നമുക്ക് പുളിയുണ്ട്, പുളി കഴിക്കാം. ഇത് പച്ച പപ്പടമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു ചലഞ്ച് ആയിരുന്നു. ഇതില് കുഞ്ഞു അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ. അതായത് അവൻ ഗസ് ചെയ്തൊക്കെ നല്ല സാധനങ്ങളായിരുന്നു. ആകെ കൈപ്പയ്ക്ക മാത്രമാണ് ഒരു ഇതായിട്ട് കിട്ടിയത്. പക്ഷെ അതിൽ ഞാൻ കൈപ്പയ്ക്കയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഏതെടുത്താലും പക്ഷെ കൈപ്പയ്ക്ക അത് മാത്രമേ ഒരു ഇതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നല്ല സാധനങ്ങളാണ് അവൻ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അടുത്തത് മണിക്കുട്ടനെ നോക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ അടുത്തത് നമ്മുടെ മണിക്കുട്ടൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓ മൈ ഗോഡ്, കൈപ്പയ്ക്കയും ശർക്കരയായിരുന്നു കേട്ടോ. മണിക്കുട്ടൻ ശർക്കരയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ ശർക്കര എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പൊതുവെ ശർക്കരയുടെ അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് പഞ്ചസാരയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ആരോഗ്യത്തിന് നന്നല്ലാത്ത പഞ്ചസാരയാണ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഇഞ്ചി പുളിയായിരുന്നു കേട്ടോ. അപ്പൊ മണിക്കുട്ട ഇഞ്ചിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇഞ്ചി കഴിച്ചോളൂ മണിക്കുട്ട. ഇഞ്ചി പച്ചക്ക് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ? പിന്നെ അത് നമുക്ക് ശീലാണ് അല്ലേ? ഓക്കെ, അടുത്തത് ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓ മൈ ഗോഡ്, ഡാർക്ക് ഫാന്റസി. മണിക്കുട്ടൻ ഡാർക്ക് ഫാന്റസി ഇട്ടിരിക്കുകയാണ് കേട്ടോ. പച്ചമുളകും ഡാർക്ക് ഫാന്റസി ആയിരുന്നു. മണിക്കുട്ടൻ ഡാർക്ക് ഫാന്റസി സെലക്ട് ചെയ്തു. സൂപ്പർ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓ മൈ ഗോഡ്, വറ്റൽ മുളകാണ് കേട്ടോ. ഇത് നമ്മള് എന്തിനാ കറിയിലൊക്കെ ഇടുന്ന വറ്റൽ മുളക്, ഉണക്കമുളകില്ലേ, അതിന്റെ കടയിൽ നിന്ന് വാങ്ങണ മുളക്. എരിവൊന്നുണ്ടല്ലേ? കഴിച്ചോ? ടേസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെയല്ലേ അറിയാ. എരിവുണ്ടോ മണിക്കുട്ട? ഇല്ലേ? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. മണിക്കുട്ടൻ എന്താ അറിയോ, പാക്കറ്റ് ഉള്ളപ്പോ അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ആള് പറയണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനപ്പോ ഇത് ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, കഴിച്ചോളൂ, ഞാൻ പൊട്ടിച്ചുതരാം. അപ്പൊ വെളുത്തുള്ളി നമ്മള് ഒരു അല്ലി കഴിച്ചാൽ മതി. വെളുത്തുള്ളി പിന്നെ നല്ല സാധനമാണല്ലോ. വെളുത്തുള്ളി നല്ലൊരു സാധനം ആയതുകൊണ്ട് തന്നെ മണിക്കുട്ടൻ ഒരു അല്ലി ഫുള്ള് കഴിക്കണം കേട്ടോ. നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതാണല്ലേ പറയാ. അപ്പൊ നമ്മള് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിച്ചോളൂ.
ഇവിടെ വെളുത്തുള്ളി എങ്ങനെയുണ്ട്? വെളുത്തുള്ളി എരിവുണ്ടോ? ഓക്കെ, അടുത്തത് ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. മാണിക്കുട്ടൻ ശർക്കരയും പച്ചമുളകാണ് ഇപ്പൊ നമ്മൾ വെച്ചത് കേട്ടോ. നേരത്തെ അവൻ ശർക്കര കിട്ടിയതാണ്. ശർക്കര ഇഷ്ടമാണോ മണിക്കുട്ട നിനക്ക്? ഓക്കെ, അപ്പൊ അവന് ഇഷ്ടമുള്ള സാധനം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ഓ മൈ ഗോഡ്, എന്റെ ഒരു ആഗ്രഹം നടന്നു. മണിക്കുട്ടന് എപ്പോഴും നല്ലതാണല്ലോ കിട്ടിയെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പച്ചമുളക് 5 സ്റ്റാറും ആയിരുന്നു കേട്ടോ. 5 സ്റ്റാർ മുമ്പ് കിട്ടിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് കടിച്ചോളൂ പച്ചമുളക്. എങ്ങനെയുണ്ട്? എരിവുണ്ടോ? മണിക്കുട്ട അടിപൊളിയായിട്ട് തന്നെ കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു ഗെയിം. എന്തായിരുന്നു മണിക്കുട്ട ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു പറ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ ലെഫ്റ്റ് ഓർ റൈറ്റ് ചലഞ്ചിന്റെ? പച്ചമുളകൊക്കെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കഴിക്കണേ? ഓക്കെ, അടുത്തത് എന്റെ വീടാണ്. ഈ ചേച്ചിയുടെ റൗണ്ടാണ്. ചേച്ചിക്ക് നമ്മളിത്തിരി കൂടുതൽ എരിവുള്ളതാണ് കൊടുക്കുക. അയ്യോ, ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ശർക്കര. അപ്പൊ ചേച്ചിക്ക് ശർക്കരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പുറത്ത് എന്തായിരുന്നു? അപ്പുറത്ത് ഇഞ്ചിയായിരുന്നു. റൈറ്റ്. ഓ മൈ ഗോഡ്. അപ്പുറത്ത് പച്ചമുളക് തന്നെയായിരുന്നു. ഇത് ഉണക്കമുളകായി കാരണം കുഴപ്പമില്ല, എരിവൊക്കെ അതിന്റെ അടിയിൽ പോയി കിടക്കുന്നു. പിന്നെ ശർക്കര കഴിച്ചതിന്റെ ഒരു മധുരം ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. പുളി. റൈറ്റ് എന്തായിരുന്നു? ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. പച്ചമുളക് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ കയ്യിൽ എന്തായിരുന്നു? ഇതിലും ഭേദമായിരുന്നു തോന്നുന്നു. നല്ല എരിവുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. വെളുത്തുള്ളി. ഗൈസ്, ഇപ്പൊ ഞാൻ വെളുത്തുള്ളി കഴിക്കാണ്. ഇവര് എനിക്ക് എപ്പോഴും 2 കയ്യിലും നന്നല്ലാത്ത മീൻസ് മധുരമുള്ള സാധനങ്ങൾ തരുന്നില്ല. ഞാനും ഇവർക്ക് എല്ലാത്തിലും മധുരമുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പരാതി എനിക്കുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ഓ മൈ ഗോഡ്, പഞ്ച് കിട്ടി അവസാനം. എനിക്ക് പഞ്ച്. മറ്റേ കയ്യില് 5 സ്റ്റാർ ആയില്ല. എന്നാലും കുഴപ്പമില്ല. അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ. ഇതൊരു ഞാൻ കളിച്ചിട്ടില്ല. ഞങ്ങൾ കളിച്ചിട്ടില്ലല്ലോ. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഗെയിമായിരുന്നു.